ഹലോ. ഇന്നതേ ഒരു അവധി ദിവസമായിരുന്നേ. നമ്മുടെ ദോശമാവൊക്കെ തീർന്നായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ശകലം ചെറുപയറും കൂടെ വെള്ളത്തിൽ ഇടുവാണേ. ഇതെന്തിനാണെന്ന് കാണിച്ചു തരാം. വൈകുന്നേരം അതെല്ലാം കഴുകി വൃത്തിയാക്കി ആ വെള്ളം സിങ്കിൽ ഒഴിക്കാതെ നമ്മൾ ബക്കറ്റിൽ പിടിച്ചു. ചെറുപയർ എന്തിനാണെന്ന് കാണിച്ചു തരാവേ. ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അപ്പച്ചമ്മിൻ്റെ തട്ടിലോട്ട് വാരി വെച്ചു. ഇത് നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഒരു മുള വരും. അപ്പോൾ മുളപ്പിച്ച് തിന്നാം. അല്ലെങ്കിൽ അത് ഒരു ദിവസം കൂടെ ഇരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇലയൊക്കെ വരും. അപ്പോൾ അത് തോരൻ വെക്കുകയും ചെയ്യാം. ആ ബക്കറ്റിൽ പിടിച്ച വെള്ളം ഞാൻ കൊണ്ട് നമ്മൾ ഇന്നാൾ നട്ടിലായിരുന്നു. കുറച്ച് ചീനി നടുന്നത് ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ആ ചീനിക്കെല്ലാം കൂടെ കൊണ്ടൊഴിച്ചു. ആ ചീനിയെല്ലാം ഇത്ര ആയിട്ടുണ്ട്. അവർക്കെല്ലാം ഈ വെള്ളം ഒഴിച്ചു. കാരണം കിണറ്റിലെ വെള്ളം പറ്റായി. അത് തന്നെയല്ല, നമുക്ക് വെള്ളം കോരുന്നത് ലാഭിക്കാം. അത് കഴിഞ്ഞ് ഞാൻ മുറ്റം അടിക്കുകയാണ്. മുറ്റം അടിച്ച് ഞാൻ ആ പ്ലാവിൻ്റെ ചുവട്ടിലോട്ടാണ് കൂട്ടുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊതയിടുക എന്ന് പറയും. അതായത് ഈ ചൂട് കാലത്ത് അതിൻ്റെ ചുവട്ടിലോട്ട് അധികം ഉണക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കരിയില, ചപ്പ്, വാഴക്കച്ചിയൊക്കെ കൊണ്ടിടും. അപ്പം ഞാൻ മുറ്റം അടിച്ച് വലിയ ചപ്പൊന്നും ഇടത്തില്ല, എന്നാലും ആ ഭാഗത്ത് വീഴുന്ന കുറച്ച് ഇലകൾ അങ്ങോട്ട് കൂട്ടും. അത് കഴിഞ്ഞ് വെള്ളം കോരി. കിണറ്റിൽ നിന്ന് തന്നെ നേരിട്ട വെള്ളം കോരുന്നത്. ഇത് നമ്മുടെ ചെടികൾക്ക് തണുത്ത വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മുടെ ഒരു പ്ലാവിനാണ് കൊണ്ടൊഴിക്കുന്നത്. ഈ പ്ലാവിൻ്റെ വീഡിയോ ഇന്നാൾ ഞാൻ കാണിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച 2 തൈകളാണ് ഈ പ്ലാവ്, മാവ്. 3 തൈകൾ മേടിച്ചു. പ്ലാവ്, മാവ്, ഒരു ചാമ്പ. അവരെ 3 പേരെ നമ്മൾ വാതുക്ക മുറ്റത്ത് തന്നെയാണ് നട്ടേക്കുന്നത്. അവർക്ക് 3 പേർക്കും വെള്ളം ഒഴിച്ചു. നല്ല ഉണക്കാണ് നമ്മുടെ മുറ്റം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ലതായിട്ട് ഉണങ്ങിയാണ് കിടക്കുന്നത്. ഈ സന്ധ്യയായിട്ടും നല്ല വെയിൽ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം അത്രയ്ക്ക് വെയിലേറ് കിട്ടുന്ന സ്ഥലമാണ്. ഇതുണ്ട്, നമ്മുടെ നടവാതുക്ക തന്നെയാണ്. സ്ഥലമില്ലാന്ന് പരിതപിക്കുന്നവർ ഇത് കണ്ടോ, നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്കിതുപോലുള്ള തൈകളൊക്കെ നടാൻ പറ്റും. അധികം പൊക്കമൊന്നും വെക്കത്തില്ല. അതുകൊണ്ട് ഈ ചക്ക വീഴുന്ന എല്ലാ ചക്കയും കായാവണമെന്നില്ല. അതായത് ഇതുപോലെ ഒരു റിങ് പോലെ കാണത്തില്ലേ അതിൻ്റെ മുകളിൽ, അങ്ങനെ റിങ് ഉണ്ടെങ്കിൽ അത് പിടിക്കും. അല്ലാതെ റിങ് ഇല്ലാത്തതാണെങ്കിൽ നശിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റത്ത് ശകലം പുല്ലൊക്കെ പറിക്കാനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് കൂട്ടി നമ്മുടെ മാവിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് പൊതയിട്ടു. കുറച്ച് മാവിന് ഇച്ചിരി ചപ്പും പൊതയും കുറവായിരുന്നു. മുറ്റമല്ലേ, അപ്പോൾ ഒത്തിരി നമുക്ക് അങ്ങനെ ചപ്പായിട്ട് കൂട്ടി വെക്കാനും പറ്റത്തില്ല. അപ്പോൾ അത് ഇച്ചിരി നീറ്റായിട്ട് തന്നെ ആ പുല്ലെല്ലാം കൂടെ പറിച്ച് ആ മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ നല്ല സെറ്റാക്കി. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇത് വെച്ചത്. ഈ മാവും ഇത്തവണ പൂത്തായിരുന്നു. പക്ഷേ മാവ് മാങ്ങയൊന്നും കായൊന്നും പിടിച്ചില്ല. പൂത്ത് അതങ്ങ് പൊഴിഞ്ഞു പോയി. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്നല്ലേ പഴമക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ആയിപ്പോയി. വലിയ സന്തോഷമായിരുന്നു പൂത്തപ്പോൾ, പക്ഷേ അത് നശിച്ചു പോയി. ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വയം നിർമ്മിത കാട്ടിലേക്ക് കാറ്റ് കൊള്ളാൻ കയറി. ഇവിടെ ഇരിക്കുന്നതിന് 2 ഉദ്ദേശമുണ്ട്. നമ്മുടെ ഹീറോ അവിടെ കളിക്കുന്നുണ്ട്. ഹീറോയെ നോക്കാം, എനിക്ക് കാറ്റും കൊള്ളാം. അപ്പോൾ ശരി, ഇന്നത്തേക്ക് വിടാം.